ഹസ്ബൻഡ് അദ്ദേഹത്തിന് എപ്പോഴും ലോ പ്രഷർ ആയതുകൊണ്ട് എന്നും ഡെയിലി വൈകുന്നേരങ്ങളിൽ പ്രഷർ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ലാബിൽ പോയിട്ടാണ് അദ്ദേഹം പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രഷർ ചെക്ക് ചെയ്യാൻ പോയ അവിടുത്തെ ഒരു ലാബ് ടെക്നീഷ്യനാണ് ധന്യ മാഡം എന്ന് പറയും. ആ ധന്യ മാഡത്തിനോട് ഞങ്ങൾ ഈ ആർസിമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കുറെ നാളായിട്ട് ആളെ കാണാത്തത് കൊണ്ട് ചോദിച്ചു, സാറിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, ഇങ്ങനെ ആർസിമിന്റെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ വീട്ടില് സ്റ്റിച്ച് ചെയ്യാൻ വന്ന സമയത്ത് ഞങ്ങളുടെ ഡിസ്പ്ലേ വാള് കാണിച്ചു കൊടുത്ത് നമ്മൾ ഇത് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് വലുതായിട്ട് അത് മൈൻഡ് ചെയ്തില്ല. എങ്കിലും പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, ചിലപ്പോ ആൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ആളുടെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ വടക്കാഞ്ചേരിയിലെ എനർജറ്റിക് ലീഡറായ സ്റ്റാർ ഗോൾഡ് അച്ചീവർ അനിൽ കെ സാറാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം അന്ന് അത് ഞങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ഈ ബിസിനസ്സിൽ ഇത്രത്തോളം ഉയർന്നു വരും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ആ ഒരു രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ജോയിൻ ചെയ്തു. അദ്ദേഹത്തിലൂടെയാണ് വടക്കാഞ്ചേരി മേഖലയിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഈ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മുടെ ലീഡർമാര് എന്ത് കാര്യം പറഞ്ഞാലും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. കാരണം അവര് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ പുറകോട്ട് വലിക്കത്തുള്ളൂ. കാരണം അവര് ചെയ്ത് വിജയിച്ച കാര്യങ്ങളായിരിക്കാം, തോറ്റുപോയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളും ആ ഒരു തോൽവിയിലേക്ക് പോകും. എന്നാൽ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ വിജയിച്ച ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ റോൾ മോഡൽ ആക്കാൻ പാടുള്ളൂ. ഞങ്ങൾ തുടക്കകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഡോക്ടർ രാജേഷ് സാറിന്റെയും മൂർത്തി സാറിന്റെയും പ്രോഗ്രാമുകളാണ്. ഞാൻ എൻ്റെ കുഞ്ഞു മക്കളെയും കൊണ്ട് എല്ലാ പ്രോഗ്രാമുകളിലും ഏത് ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിലും എല്ലാം ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരെ കാണാം, നല്ല നല്ല ബന്ധങ്ങൾ കിട്ടുന്നു, യാത്രകൾക്കുള്ള ഒരു സാഹചര്യം. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. കാരണം എപ്പോഴും ആർസിഎമ്മിന്റെ പ്രോഗ്രാം എപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആർസിഎമ്മിന്റെ പ്രോഗ്രാമുകൾ ആണ് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം തരിക. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ മാക്സിമം ആർസിഎം പ്രോഗ്രാമുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു സിസ്റ്റത്തിൽ നല്ലൊരു അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലൊരു നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാനും നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം സഹായിക്കും. നമുക്ക് ഈ കൊറോണ വരുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പൺ പ്രോഗ്രാമുകളെല്ലാം ഉണ്ടായിരുന്നു. വലിയ വലിയ ഹോളുകളിലൊക്കെ ആയിരുന്നു നമുക്ക് പ്രോഗ്രാമുകൾ, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ അന്ന് അവിടെ പോയി ഇരിക്കും, കാണും, അത്യാവശ്യം നോട്ട് എഴുതും, നമ്മളിങ്ങ് പോരും. പക്ഷെ നമ്മൾക്ക് ഒരു സംസാരിക്കാനും നമ്മുടെ കഴിവുകൾ നമ്മുടെ വെളിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രാപ്തമാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 വാക്ക് സംസാരിക്കാനും എന്താ പറയുക, ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാനും ഒരു 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങിയത് ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ വരവോടുകൂടിയാണ്. കാരണം എനിക്കൊരു 10 പേരുടെ മുന്നിൽ നിന്ന്, ഞാൻ സാധാരണ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്, കാഷ്വലായിട്ട് ഒരുപാട് സംസാരിക്കും. പക്ഷേ എങ്കിൽ കുറച്ച് പേരുടെ മുന്നിൽ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, വിറയല്, പേടി ഒക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ അതിനെയൊക്കെ എനിക്ക് മാറ്റാൻ സഹായിച്ചത് നമ്മുടെ സൂം പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം ഡയമണ്ട് ട്രെയിനിങ് അക്കാഡമിയുടെ വരവോട് കൂടിയിട്ട് ശരിക്കും ഞാൻ അതിലൂടെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ അവതരിപ്പിച്ച് അതിലൂടെ ചെറിയ ചെറിയ പ്രോഗ്രാംസുകൾ ചെയ്ത് അങ്ങനെ സംസാരിച്ചാണ് ഞാൻ ഇപ്പോ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാറായത്. കാരണം ഈ സൂം പ്രോഗ്രാമിന് വലിയ ഒരു എന്താ പറയുക, വലിയൊരു നന്ദി തന്നെ നമ്മൾ കൊടുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോ ഈ സൂം പ്രോഗ്രാമിലൂടെ അറിവുകൾ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും അത് നമുക്ക് അത് പ്രസന്റ് ചെയ്യാനും പറ്റുന്ന ഒരു വേദിയാണ് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമുകൾ. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ലീഡറുമായിട്ട് എപ്പോഴും ഒരു സ്നേഹബന്ധം, എപ്പോഴും ഒരു ബന്ധം നിലനിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഡൗൺലൈൻസുമായിട്ട് നമ്മൾ എപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തണം. എപ്പോഴും നമ്മൾ അവരുടെ കൂടെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോടൊപ്പം അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരൊക്കെ പോകുന്നു. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഓടി വന്നിട്ട് ഒരുപാട് പണം നേടാനോ ഒരുപാട് സമ്പാദിക്കാനോ വലിയ വലിയ പൊസിഷനിലേക്ക് പെട്ടെന്ന് എത്താനോ ഒന്നും ആർക്കും കഴിയില്ല. കാരണം ഇതൊരു നന്മയുള്ള ബിസിനസ്സാണ്. ഇതിനൊരു അടിത്തറയുണ്ട്, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകുന്നവർക്ക് മാത്രമേ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് ഒരു ക്ഷമയൊക്കെ വേണം. കാരണം പടിപടിയായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പഠിച്ചിട്ട് അത് നമ്മൾ മറ്റുള്ളവർക്കും അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അവരും അങ്ങനെ പഠിച്ചു അവരും അങ്ങനെ പഠിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് പകർത്തുമ്പോഴാണ് പടിപടിയായിട്ടാണ് നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ ലീഡേഴ്സുമായിട്ട് നമ്മുടെ സഹകരണം ഉണ്ടാവണം. അത് അവിടുന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ഡൗൺലൈൻസിനോട് നമുക്ക് പകർന്നു കൊടുക്കണം. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കുടെ ഒപ്പമായിരിക്കും നമ്മുടെ ലീഡേഴ്സ് എല്ലാം എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക. കാരണം അവർക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ആളോട് സംസാരിക്കാനും ഇടപഴകാനും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും എപ്പോഴും നമ്മുടെ ലീഡേഴ്സിനോട് നമ്മുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് നമ്മുടെ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എപ്പോഴും നമ്മുടെ കൈ പിടിച്ച് നമ്മൾ ഏതേലും ചള്ളക്കുഴി വീണ് കിടക്കുകയാണെങ്കിൽ നമ്മളെ എപ്പോഴും കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലീഡർ. അപ്പോ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ നമ്മൾക്ക് നമ്മളോടുകൂടി അസോസിയേറ്റ് ചെയ്യുന്നവരോടും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോടും ഒപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാവണം. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യാത്രകള് കാര്യങ്ങള് നമുക്ക് ഈ സിസ്റ്റത്തിന്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. നമ്മുടെ ഡൗൺലൈൻസിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം സൂം പ്ലാറ്റ്ഫോം സ്വന്തമായി തുടങ്ങി ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മളുടെ കൂടെ അതിന് ശക്തനായിട്ട് അറിവുള്ള നമ്മുടെ ജോൺ സാറ് റോബി മാഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൂം പ്രോഗ്രാമുകൾ തുടങ്ങാനായിട്ട് അവര് നമുക്ക് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തില് നമ്മൾക്ക് ഇതേപോലത്തെ, കാരണം നമുക്ക് ചിലപ്പോൾ അറിവുകൾ കുറവായിരിക്കാം. ആ അറിവ് കുറവുള്ളത് എന്നാണ് ചിലപ്പോൾ നമ്മളോട് കൂടി അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് അതിലും നല്ല അറിവുണ്ടാവും. ഇത് എല്ലാം കൂടി സംയോജിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു ടീമിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾ എപ്പോഴും നമ്മുടെ ഡൗൺലൈൻസിനെ കെയർ ചെയ്യണം. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പേൾ എന്നൊരു പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങള് നമ്മുടെ അസോസിയേറ്റ് ചെയ്തവരെ ഓരോ പൊസിഷനിലേക്ക് എത്തിച്ച് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചു അവരെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പേള ആ ഒരു സമയത്ത് നമ്മുടെ അനിൽ സാർ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു സ്റ്റാർ ഗോൾഡ് അച്ചീവർ ആയിട്ടുള്ള അനിൽ സാറ് ആ മാസത്തിലാണ് സ്റ്റാർ ഗോൾഡ് എന്നൊരു പൊസിഷൻ, മാർച്ചിലാണ് ഞങ്ങൾ പേൾ എന്നൊരു പൊസിഷനിലേക്ക് വന്നത്. കൂടാതെ നമ്മളോട് അസോസിയേറ്റ് ചെയ്ത ജോൺ സാറ്, സ്റ്റാർ എന്ന പൊസിഷനിൽ നിൽക്കുന്ന ജോൺ സാറും റോബി മാഡും, അവരൊക്കെ ആ സമയത്താണ് ലീഡർഷിപ്പിലേക്ക് കടന്നു വന്നത്. അതേപോലെ നമ്മുടെ ടീമുകളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളോട് കൂടി അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളിലേക്കും നമ്മൾ പകർന്നു കൊടുക്കണം. ആ ഒരു ക്വാളിറ്റി മുന്നിലേക്ക് വരുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു ടീമിനെ നയിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സിസ്റ്റം ഞങ്ങൾക്ക് നന്മകളും ഉയർച്ചകളും ആരോഗ്യവും
സമ്പത്തും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ആർസിഎം എന്ന മഹാപ്രസ്ഥാനം. ശരിക്കും TCGയുടെ മുന്നിൽ ഞാൻ ഈ ഒരു നിമിഷം വണങ്ങുകയാണ്. കാരണം കൈവിട്ടുപോയ എന്റെ ജീവിതം തിരിച്ചു തരികയും ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ആ മഹാത്മാവ് അന്ന് ചെയ്തു വെച്ചത് നമ്മൾക്ക് എല്ലാവർക്കും, അതായത് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുവാനുള്ള ഒരു സിസ്റ്റമാണ് ആർസിഎം. അതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഈ ഒരു സിസ്റ്റം ചെയ്തു വെച്ചിരുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതും പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെ നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുവാനും കാണാനും എല്ലാം ഒരു അവസരമുണ്ടായത് നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം അദ്ദേഹം ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു പ്രസ്ഥാനത്തില് ഏതൊരു വ്യക്തിയാണെങ്കിലും ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. കാരണം ഇട്ടിട്ട് പോകരുത്. കാരണം ഓടി വന്നു പെട്ടെന്ന് എനിക്കിതൊന്നും ശരിയാവില്ല എന്ന് കരുതി ഇട്ടിട്ട് പോയാൽ നമുക്ക് കാര്യം ഉണ്ടാവില്ല. ഈ ഒരു സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കണം. അതിന് ശരിക്കും എന്നെ സംബന്ധിച്ചോളം എനിക്ക് നേരിട്ട് അറിയാവുന്നത് ഞങ്ങളുടെ സ്റ്റാർ പേൾ അച്ചീവർ, ഞങ്ങളുടെ ബാലകൃഷ്ണൻ സാറ്. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ കൂടിയും അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന് എന്താണോ കഴിവ്, ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയും ആദ്യകാലങ്ങളിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം ആ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം കുറേശ്ശെ ചെയ്ത് അദ്ദേഹം സ്റ്റാർ പേൾ എന്നൊരു പൊസിഷനിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ കണ്ടുവരുന്നതെല്ലാം ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെയാണ്. കാരണം ഡോക്ടർ രാജൻ സാറ് അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ, ഞങ്ങളുടെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒക്കെ ശരിക്കും നമ്മൾക്ക് ഓരോ അറിവുകൾ പകർന്നു തരുമ്പോൾ നമ്മൾ അത് കേട്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും നമ്മുടെ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് വീട്ടിലെത്തി. ഞങ്ങൾ വർഷങ്ങളായിട്ട് 2 വർഷത്തോളമായി, 2 വർഷത്തോളം കഴിഞ്ഞു ഞങ്ങൾ ഈ ആർസിഎം എന്ന പ്രസ്ഥാനം സജീവമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. 2014 ജോയിൻ ചെയ്തെങ്കിലും ആ രോഗങ്ങളെല്ലാം മാറി അതിന് ശേഷമാണ് ഞങ്ങൾ ഇതിൽ സജീവമായത്. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ആക്റ്റീവായിട്ട്. അന്ന് മുതൽ ഞങ്ങളുടെ സ്വന്തം അച്ഛനോടും അമ്മയോടും ഞങ്ങളുടെ ബന്ധുക്കളോടും എല്ലാം ഞങ്ങൾ ആർസിഎം പറയും. വീട്ടിൽ ചെന്നാലും ഞങ്ങൾ രണ്ടും സംസാരിക്കുന്നത് ആർസിഎം ആണ്. എൻ്റെ കുഞ്ഞു മക്കൾ സംസാരിക്കുന്നത് ആർസിഎമ്മിന്റെ കാര്യങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ ഓരോ പ്രോഡക്റ്റ് എന്തെങ്കിലും കാണുമ്പോൾ എടുക്കുമ്പോൾ ചോദിക്കും, ഇത് ആർസിഎമ്മിന്റെ ആണോ, ഇതിന്റെ ആർസിഎമ്മിന്റെ ആണോ എന്ന് എൻ്റെ കുഞ്ഞു മക്കൾ ചോദിക്കാറുണ്ട്. അപ്പം അവര് പോലും ആർസിഎം ആണ് സംസാരിക്കുന്നത്. പക്ഷേങ്കില് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലായില്ല. അവർക്ക് അമ്മ മാത്രം ന്യൂട്രിചാർജ് കൊണ്ട് കൊടുത്താൽ കഴിക്കും, അച്ഛൻ ന്യൂട്രിചാർജ് കൊണ്ട് കൊടുത്താലും കഴിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്താ ആർസിഎം എന്ന് പറഞ്ഞ് തലയാട്ടിയിട്ട് ആള് പോയി കളയും. ആ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞിടെ വീട്ടില് ഞങ്ങളുടെ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നു 2 ആഴ്ച ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കട്ട ലോക്ക്ഡൌൺ ആയിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഫുൾ രാവിലെ 8 മണിക്ക് നമുക്ക് നമ്മുടെ സൂം പ്രോഗ്രാമുകൾ തുടങ്ങും. ഞങ്ങൾ രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഓടി വന്ന് സൂം പ്രോഗ്രാമിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പൊ രാവിലെ മുതൽ ഞങ്ങൾ വൈകുന്നേരം വരെ ഇത് തന്നെ, രാത്രി 10 മണി വരെ ഓരോരോ സൂം പ്രോഗ്രാമുകൾ മാറി മാറി കേൾക്കുന്നു. അതിന്റെ ഇടയ്ക്ക് വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ഓടി വരുന്നു. നമ്മളാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഓടി വന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഒരു 2-3 ദിവസമായി അടുപ്പിച്ച് കാണാൻ തുടങ്ങിയപ്പോൾ അവരും ഇതെന്താണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അവര് ഞങ്ങളുടെ ടേബിളിലാണ് ഞങ്ങൾ ഇരിക്കുക. അപ്പൊ ആ ടേബിളിനോട് അവരും വന്ന് ചേർന്നിരിക്കാൻ തുടങ്ങി. ഈ പ്രോഗ്രാമുകൾ ഓരോരുത്തരുടെ നമ്മുടെ ഈ വൈകുന്നേരത്തെ ഈ പ്രോഗ്രാമുകളൊക്കെ ഒരുവിധം എല്ലാ പ്രോഗ്രാമുകളും അവർ കാണാറുണ്ട്. കാരണം അവർ നമ്മുടെ അടുത്തിരിക്കും. എന്നിട്ട് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവര് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. കാരണം അവർക്കറിയില്ല. കാരണം ഇത്രയും നാള് സ്വന്തം മക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. എന്തോ വലിയ ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു നന്മ കൂടിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഇവിടെ ഈ വീട്ടിൽ വന്ന് 2 ആഴ്ച നിന്നപ്പോഴാണ് മനസ്സിലായത്. അവരിവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തീരുമാനമെടുത്തു, അവിടെ ചെന്ന് ആർസിഎം പ്രോഡക്റ്റുകൾ അവർ സെയിൽ ചെയ്യാണ്. കാരണം നമുക്ക് അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ആ ഷോപ്പിലെ പ്രോഡക്റ്റുകൾ വെച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തു. നമ്മുടെ സ്വരാജ് ആർസിഎം ഷോപ്പൊക്കെ പോയി ഒന്ന് കണ്ടു. എന്നിട്ടൊരു 10,000 രൂപയുടെ പ്രോഡക്റ്റുമായിട്ടാണ് അവര് നാട്ടിലേക്ക് പോയത്.
അപ്പോൾ അവിടെ ചെന്നപ്പോഴും അവിടെ എല്ലാവരോടും പറയുന്നു, നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ച പ്രോഡക്റ്റുകളൊക്കെ അവരുടേതായ രീതിയിൽ പറഞ്ഞ്, കാരണം അവർക്ക് കൂടുതലൊന്നും അറിയില്ല, അവരുടേതായ രീതിയിൽ ആ പ്രോഡക്റ്റുകൾ പറഞ്ഞ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നും വിളിക്കുമ്പോൾ പറയും ഇന്ന സാധനം പോയി, ഇന്ന സാധനങ്ങൾ കൊടുത്തു മോനെ എന്ന് ഞങ്ങളോട് വിളിച്ചു പറയാറുണ്ട്. കാരണം ഈ പ്രോഗ്രാമുകളുടെ ശക്തിയാണത്. ശരിക്കും ഈ പ്രോഗ്രാമുകളിലൂടെ മാത്രമാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. കാരണം എഡ്യൂക്കേഷൻ, ശരിക്കും അറിവുകൾ നേടിയെടുക്കണം. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടം, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആ ഒരു പ്രസ്ഥാനം മനസ്സിലാക്കി ഇനി ശരിക്കും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും ഞാൻ ഇതിന്റെ കൂടെ തന്നെ, എന്റെ എക്സ്പീരിയൻസിന്റെ കൂടെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പം ഇത് നമുക്കറിയാം രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് RCM ഉള്ളവർക്ക് ഒരുവിധം അറിയാം അല്ലെ, നമ്മൾ എങ്ങനെയാണ്, അപ്പം ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾക്ക് രോഗങ്ങൾ വരിക എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾക്ക് 100% മായമില്ലാത്ത പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രോഡക്റ്റുകളുടെ എല്ലാം ഉപയോഗം കൊണ്ട് ഞാൻ ഒരു 4 വർഷത്തിലധികമായിട്ട് ഞാനും എൻ്റെ കുടുംബവും മരുന്നുകളില്ലാതെയാണ് ജീവിക്കുന്നത്. RCM നമുക്ക് നിരവധി പ്രോഡക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഈ RCM പ്രോഡക്റ്റിൽ ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ. ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നതാവാം. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രത്യേക പരിഗണന തന്നെ ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഗുഡ് ഡോട്ടിൻ്റെത്. WHO തന്നെ പറയുന്നു നമ്മൾ പോഷകാഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, രോഗപ്രതിരോധ ശേഷി അങ്ങനെ നമ്മൾ നേടിയെടുക്കാനൊക്കെ പറയുന്നു. നമ്മുടെ ഇന്ത്യയിലെ കണക്ക് പ്രകാരം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ നമുക്ക് കണക്ക് പ്രകാരം ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ 4-3 പേരും പോഷക കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അഡിക്റ്റ് ആകുന്നു എന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ കണക്ക്. അത് നമ്മളായിട്ട് പറയുന്നതല്ല, അത് നമുക്ക് ഈ പത്രത്തിലൊക്കെ നമുക്ക് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഗുഡ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ ആരോഗ്യ ഗവേഷണങ്ങളും പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പ്രകൃതി, ഇന്ന് പ്രകൃതി ദിനമാണ്, പ്രകൃതി പരിസ്ഥിതി ദിനമാണ്. അപ്പോ അതിന് പ്രകൃതിക്കോ ജീവജാലങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ദോഷവും വരാത്ത രീതിയിലാണ് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളുടെ നിർമ്മിച്ചിരിക്കുന്നത്. ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിലെല്ലാം ഹൈ പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻ നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രോട്ടീന്. പിന്നെ ഹൈ ഡയറ്ററി ഫൈബർ, നമ്മുടെ ശരീരം നല്ല രീതിയിൽ ദഹനം നടക്കാനും ഒക്കെ നമുക്ക് ഹൈ ഡയറ്ററി ഫൈബറുള്ള ഭക്ഷണം വേണം ശരിക്കും നമ്മൾ കഴിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് 0 ആണ്, കൊളസ്ട്രോൾ 0 ആണ്. പിന്നെ ഇതിനകത്ത് നോ ആന്റിബയോട്ടിക്സ്, നോ ഹോർമോൺസ്, അത്തരത്തിലുള്ളത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈജീനിക് പാക്കിംഗ് ആയിരിക്കും. ഇതെല്ലാം ഹൈജീനിക് പാക്കിങ്ങിലാണ് നമ്മുടെ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളുടെ എല്ലാം പാക്ക് ചെയ്ത് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈസി കുക്കിംഗ് ആണ്. ഈസി ആയിട്ട് നമുക്ക് നല്ല രുചികരമായിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളെല്ലാം. അതിന്റെ പാക്കറ്റ് തന്നെ കണ്ടാലും നല്ല കളർഫുള്ളിനായിരിക്കും, നല്ല ഒരു എയർ പോലും കയറാത്ത രീതിയിലാണ് അതിന്റെ ഹൈജീനിക് പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഇറച്ചി മാംസമൊക്കെ നമ്മൾ മാംസമൊക്കെ കഴിക്കുന്നത് എന്തിനാണ്? ശരിക്കും നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കഴിക്കുന്നത്. എന്നാലും നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതോ നമ്മൾ നിരന്തരം നമ്മൾ TV മാധ്യമങ്ങൾ വഴി കേൾക്കുന്നു, ഹോർമോണുകൾ കുത്തിവെക്കുന്നു, ആന്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നു എന്നെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവരില് ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങള്, പിന്നെ കൊച്ചുകുട്ടികളിലെ പൊണ്ണത്തടി, പിന്നെ പെൺകുട്ടികളിലെ ആർത്തവ പ്രശ്നങ്ങള്, ജീവിതശൈലി രോഗങ്ങള് എന്നിവയെല്ലാം ഉണ്ടാകാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. 22%
90% ആൾക്കാർ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നു എന്നാണ് പഴയ ഒരു കണക്കാണത്. എന്നാൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാവാം. ഇതിനെല്ലാം മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹൈ കൊളസ്ട്രോൾ ആണ്. ഈ കേരളത്തിലാണെങ്കിൽ 98% കൂടുതൽ ആൾക്കാരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. അത് സാധാരണ നമ്മൾ നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നും നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുമ്പോൾ മനുഷ്യൻ ഒരു രോഗാവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നതെന്ന് ആരും അത് ശ്രദ്ധിക്കാറ് പോലുമില്ല. മാത്രവുമല്ല, ജന്തുജന്യമായിട്ടുള്ള രോഗങ്ങൾ മനുഷ്യനൊരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രാധാന്യം. നമ്മൾക്ക് ഈ ഗുഡ് ഡോട്ടിന്റെ നമുക്ക് ഇറച്ചിയുടെയും മീനിന്റെയും ഒക്കെ രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെജ് വൈറ്റ്സ്. ഇത് നമുക്ക് ഇറച്ചിക്കറി പോലെയോ മട്ടൻ കറി പോലെയോ ചിക്കൻ കറി പോലെയോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് പാക്കറ്റ് പൊട്ടിച്ച്, ഇത് ഹൈജീനിക് പാക്കിംഗ്, കണ്ടോ, എയർ പോലും കയറാത്ത രീതിയിലാണ് ഇത് പാക്കിംഗ് ചെയ്ത്, ഇത് വാക്വം പാക്കിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് റൈസ് ബ്രാൻ ഓയിലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രുചികരമായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇത് നമ്മൾക്ക് ഇത് കറി പോലെ മാത്രമല്ല, ഇത് നമുക്ക് വ്യത്യസ്തമായിട്ട് ചില ആൾക്കാർ ഇതിനും കൊണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ കറികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇതും അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അച്ചാരി ടിക്ക എന്ന് പറയും. ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഏകദേശം ഒക്കെ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് കഴുകാനൊന്നും പാടില്ല, കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എല്ലാം കൂട്ടിയതിന് ശേഷം നമുക്കൊരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതിയാവും. നല്ല രുചികരമായ രീതിയിൽ, അതായത് ഇറച്ചിയുടെ രുചി വേണമെങ്കിൽ അങ്ങനെ, മീൻകറിയുടെ രുചി വേണമെങ്കിൽ അങ്ങനെ, നമുക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്ത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീസ് ആണ്. ഗുഡ് ഡോട്ടിൽ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് പ്രോട്ടീസ്. ഇത് പ്രോട്ടീസ് സോയ ചങ്ക്സ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മാർക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്, ഒരു ഉണ്ട സാധനം. പക്ഷെ അതുപോലെയല്ല ഇത് അതിലും രുചികരവും പിന്നെ നമുക്ക് പ്രോട്ടീൻ, ഈ പ്രോഡക്റ്റുകളിലെല്ലാം തന്നെ ഹൈ പ്രോട്ടീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്ക് കഴിച്ചാൽ നമുക്ക് ഇന്ന് ധാരാളം ഫൈബർ ഉണ്ട്. ഈ പ്രോഡക്റ്റുകളെല്ലാം ഇത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച ഒരു വെള്ളത്തിലിട്ട് നമുക്ക് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ, ഞാനിത് കൂടുതലും ഉണ്ടാക്കാറ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഇത് ചില്ലി പോലെ വറുത്തെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ അത് തന്നെയാണ്. കാരണം 4 മണിക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കുട്ടികൾക്ക് നല്ല ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. പിന്നെ അടുത്തത് ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ്ഡോന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് പ്രോട്ടീസ് പ്ലസ്. ഇതും ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇതും നമ്മൾ ഉപ്പുമാവ് പോലെയോ നമ്മുടെ മുട്ട ചിക്കി എടുക്കുന്ന പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതില് ഏത് പ്രോഡക്റ്റിനെക്കാട്ടിലും പ്രോട്ടീൻ കൂടുതലുണ്ട്. ഇതിനകത്ത് മറ്റു പ്രോഡക്റ്റിനെക്കാളും കൂടുതൽ പ്രോട്ടീന് ഈ ഒരു പ്രോട്ടീസ് പ്ലസ് കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് B12 ഉണ്ട്, വിറ്റാമിൻ B12 ഉണ്ട്, D3 ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് എല്ലാം ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് റെഡി ടു കുക്ക് ബിരിയാണി, പുലാവ് ഒക്കെയാണ്. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതും ഈ നമ്മൾ ചെറിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റൊക്കെ മതിയാകുമെങ്കിൽ ചെറിയ കുക്കറിനകത്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇത്
കവർ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു ഇത് ഇട്ടതിന് ശേഷം 1 ഇഞ്ച് വെള്ളം പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം അത് വെള്ളം ഒഴിച്ചിടാൻ. ഒരു ഇഞ്ച്, ജസ്റ്റ് 1 ഇഞ്ച് വെള്ളം പൊങ്ങി നിന്നാൽ മതി. ആ ലെവലിൽ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു 2 പീസിൽ മതിയാവും. അപ്പോഴത്തേക്കും തന്നെ അത് കുക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് കറികളൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വെജ് ബിരിയാണിയും ഇത് പുലാവുമാണ്. അടുത്തത് നമ്മുടെ ടൊമാറ്റോ സൂപ്പ്. നമുക്ക് 2 തരത്തിലുള്ള സൂപ്പ് ഉണ്ട്. ഇത് നമുക്ക് എന്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ടൊമാറ്റോ സൂപ്പ് ആയിരിക്കും. കാരണം ഇതിന് ചെറിയൊരു മധുരമുണ്ട്. നമുക്ക് വെജ് സൂപ്പും ഉണ്ട്, ടൊമാറ്റോ സൂപ്പും ഉണ്ട്. അതില് ഇത് രണ്ടിലും ഏതാണ് രുചികരം എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ നമുക്ക് ഇതിൽ ഗുഡ്ഡോട്ടിന്റെ മറ്റു പ്രോഡക്റ്റുകളാണ് കറി പേസ്റ്റും ചൈനീസ് സോസും. അതെന്റെ കയ്യിൽ ജസ്റ്റ് കാണിക്കാനില്ല, അത് കഴിഞ്ഞിരിക്കുകയാണ്, അത് എന്റെ കയ്യിലില്ല. അപ്പം അതും നമ്മുടെ ഗുഡ്ഡോട്ടിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലെല്ലാ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. കാരണം ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളെല്ലാവരും, എല്ലാ ആൾക്കാരും, എല്ലാ കുട്ടികളും അവരുടെ അമ്മമാര് ചിലപ്പോ ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടാവും. കാരണം നൂഡിൽസ്, കാരണം കുട്ടികൾക്ക് നൂഡിൽസിന്റെ പരസ്യങ്ങളൊക്കെ ടി വി കാണുമ്പോൾ മാഗി, ടിപി ഒക്കെ പരസ്യത്തിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൊതി കയറും. അപ്പൊ നമ്മൾ ആവശ്യക്കാർ എന്ത് ചെയ്യും? നമ്മൾ ആശ്വസിപ്പിച്ചിരിക്കും. കാരണം എനിക്കല്ലാതെ നൂഡിൽസ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആർസിമിലൂടെ നൂഡിൽസ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനും ശരിക്കും ആഗ്രഹിച്ചതാണ്. അതുപോലെ ഓരോ അമ്മമാരും മിക്കവാറും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ആഗ്രഹം മനസ്സിലാക്കി തന്നെ നമ്മുടെ ഗുഡ്ഡോട്ട് കമ്പനി നമുക്ക് നൂഡിൽസ് ഇറക്കി തന്നു. ഇതും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ നൂഡിൽസ് നമുക്ക് കിട്ടാനുണ്ട്. ആട്ടയുടെയും കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ആട്ടയുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാനായിട്ട് സോയാ പ്രോട്ടീൻ ഐസൊലേറ്റും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുഡ്ഡോട്ടിനെ മാറ്റി നിർത്താൻ ഇപ്പൊ വിപണിയിൽ വേറൊരു ഒരു നൂഡിൽസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല. കാരണം അത്രയും രുചികരമാണ്. ഇത് ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മസാലകള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ചെക്ക് ചെയ്തിട്ടാണ് ആക്കിയാണ്. നോർമൽ ആയിട്ടുള്ള സ്പൈസിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 3 നേരവും ഇത് ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് സാധാരണ നമുക്ക് കുട്ടികൾക്ക് ഒരു പാക്കറ്റ് ഒരു നേരം കഴിക്കുകയാണെങ്കിൽ ഒരു 50% പ്രോട്ടീൻ കുട്ടികൾക്ക് കിട്ടും. ഇത് 2 നേരം കഴിക്കുവാണെങ്കിൽ ആ ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് പ്രോട്ടീനും ഈ ഒരു നൂഡിൽസിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ നൂഡിൽസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കൊറോണയൊക്കെ വന്ന അവസരത്തില് ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് നമുക്ക് അത്യുത്തമമായ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗുഡ് സിപ്പ്. ഈ ഗുഡ് സിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഹെർബൽ ആയിട്ടുള്ള ഒരു പാനീയമാണ്. ഇതിനകത്ത് ഈ ഗുഡ് സിപ്പിലാണെങ്കിൽ വിറ്റാമിൻ B12, വിറ്റാമിൻ C, വിറ്റാമിൻ D3, പിന്നെ ഇതിനകത്ത് നെല്ലിക്ക, തുളസി, കറ്റാർവാഴയുണ്ട്, പുതിനയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, കുരുമുളകുണ്ട്, തിപ്പിലി, പാലക് ചീര, ഉപ്പ്, കാരുപ്പ്, ജീരകം, സിങ്ക് തുടങ്ങിയ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രുചികരമായ ഒരു പാനീയമാണ് നമ്മുടെ ഈ ഗുഡ് സിപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും നമ്മളിത് മിനിമം കഴിക്കണം. കാരണം അത്രയ്ക്ക് നല്ലൊരു ഇത് നമുക്കിത് ഉണ്ടാക്കാനും ഈസിയാണ്. കാരണം ഇത് നമ്മൾ ഒരു പാക്കറ്റ്, ഈ ഒരു പൗച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് വെറുതെ കുടിച്ചാൽ മതി. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇങ്ങനെ കലക്കുക, അതിന് ശേഷം നമ്മൾ കുടിക്കുക. ഇത് നമ്മൾ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിനകത്തെല്ലാം ഈ പ്രോഡക്റ്റുകൾ, കുറെ പ്രോഡക്റ്റുകൾ ഞാനിപ്പം ഗുഡ്ഡോട്ടിൻ്റെതായിട്ടുള്ളത് കാണിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം പൊതുവായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. സോയാ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ന്യൂട്രിചാർജിന്റെ ക്ലാസ്സുകളൊക്കെ നിരന്തരം കേൾക്കുന്നു. പ്രോട്ടീനിനെ എന്തിനാണ് ആവശ്യം, നമ്മൾ പ്രോട്ടീൻ എന്തിനാണ് നമ്മൾ കഴിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഏത് പ്രോട്ടീനാണ് ഏറ്റവും നല്ലത് എന്നെല്ലാം നമ്മൾ ആർസിൻകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനൊരു യാതൊരു ടെൻഷനും ഇല്ല. സോയാ പ്രോട്ടീൻ നമ്മൾ
ഇഷ്ടംപോലെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ന്യൂട്രി സപ്ലിമെന്റ് ആയിട്ട് മാത്രം പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കൂടെ പ്രോട്ടീൻ സമൃദ്ധം പോഷക സമൃദ്ധമായെങ്കിൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം സഹായകരമാകും. അതിൽ സോയ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സമ്പൂർണ്ണ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു 90% ആഗിരണം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ സോയ പ്രോട്ടീൻ. ഇത് നമ്മുടെ ഹാർട്ടിന്റെ സംരക്ഷണത്തിനും ക്യാൻസർ തടയുന്നതിനും ആർത്തവ വിരാമത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ തടയുന്നതിനും നല്ല എനർജി ലെവൽ നിലനിർത്തുന്നതിനും പിന്നെ നമ്മുടെ ബോഡി ഡെവലപ്മെന്റിനും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്. അതെല്ലാം നമ്മുടെ ഈ ഒരുവിധം എല്ലാ പ്രോഡക്റ്റിലും ഉള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഡയറ്ററി ഫൈബർ ധാരാളം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ളതായിട്ട് നിലനിർത്താനും എല്ലാം ഈ ഒരു ഡയറ്ററി ഫൈബറിനെ കൊണ്ട് സാധിക്കുന്നു. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ പ്രിയ പ്രോട്ടീൻ ആണ്. അത് നമ്മുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങള്, ഹൃദ്രോഗങ്ങള്, മസിലിന്റെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും പിന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകാതെ നമ്മളെ നിലനിർത്താനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ചിയ പ്രോട്ടീൻ. ചിയ സീഡ്സ് ആണ്. അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പോഷകഘടകങ്ങളാൽ സമ്പുഷ്ടമായ ഒന്നാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ആന്റി ഓക്സിഡന്റ്, ഇതിലെ ആന്റി ഓക്സിഡന്റ് നമ്മളെ പ്രായമാകുന്നതിന് അല്ലെ, ചില ആൾക്കാരെ കണ്ടാൽ ഒരുപാട് പ്രായം തോന്നിക്കും. പ്രായം അത്രയും ചിലപ്പോൾ കാണില്ല, ചെറിയ പ്രായമായിരിക്കും, പ്രായം അധികമായിട്ട് തോന്നിക്കും. അപ്പം അതിനെയൊക്കെ പതുക്കെയാക്കാൻ, പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ ആന്റി ഏജിങ്ങിന് ഇത് സഹായിക്കുന്നു. പിന്നെ ഉള്ളത് കിനോവയാണ്. കിനോവയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ RCM കിനോവ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. നമ്മളെല്ലാവരും അത് ഉപയോഗിച്ചു. അടിപൊളി പ്രോഡക്റ്റ്. നമ്മൾക്ക് അത് കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ പായസം വെച്ചിട്ടോ, ചില ആൾക്കാർ അത് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ പല പല രീതികളിൽ വെറൈറ്റീസ് ആയിട്ടാണ് നമ്മുടെ ഓട്സ് നമ്മുടെ കിനോവ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് നമ്മുടെ RCM ഹെൽത്തി പ്രോഡക്റ്റ്. കാരണം ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. കിനോവ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾക്കും നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾക്ക് ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കിനോവ. പിന്നെ അത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും നല്ല ദഹനം നടക്കുന്നതിനും പിന്നെ നിരവധി പ്രശ്നങ്ങൾക്ക്. ഇത് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഒരുപാട് ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാനിതെല്ലാം ചുരുക്കിയിട്ടാണ് പറയുന്നത്, സമയം ഒരുപാട് പോകാതിരിക്കാനും ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പോ ഇതിനെല്ലാം ഈ ഒരു കിനോവ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡിനകത്ത് ധാരാളം omega-3 ഉണ്ട്. പിന്നെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസുകളുണ്ട്. ഉണ്ട്. ഇതിന് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഈ ഫ്ലാക്സീഡ് സഹായിക്കും. ദഹനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഫ്ലാക്സീഡ് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫ്ലാക്സീഡ്. പിന്നെ വരുന്നത് ഗ്രാം ഫ്ലോർ ആണ്. അതായത് കടലമാവ്. കടലമാവ് എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒന്നാവും കടലമാവ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ ഗുണങ്ങളൊന്നും നോക്കിയിട്ട് ആവില്ല ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഈ കടലമാവിന് കഴിയും. അടുത്തത് ഓട്സ് ഫ്ലോർ ആണ്. ഓട്സ് ഫ്ലോർ നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഓട്സ് അറിയാം, ഒരുവിധ ആൾക്കാരെല്ലാം ഓട്സ് കഴിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ഷുഗർ ഒക്കെ അമിതമായിട്ട് കേരളത്തിൽ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരത്തെ ആഹാരം ആൾക്കാരെല്ലാം ഓട്സ് ആക്കി. അപ്പോൾ ഈ ഓട്സിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഇത് പണ്ട് മുതലേ ഉള്ള പ്രോഡക്റ്റുകളാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പം ഓട്സ് ഫ്ലോർ ഇതിനകത്ത് ചേർക്കുന്നത് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ എനർജി ലെവൽ നിലനിർത്താനും പിന്നെ നമ്മുടെ മുടി ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്നതിനും മുടിയുടെ വളർച്ചയൊക്കെ നല്ല രീതിയിൽ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് ഫ്ലോർ. ഇത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ എക്സ്ട്രാ വേറെയും ഉണ്ട് ഓട്സിന്. അപ്പം ഇത്രത്തോളം ഗുണങ്ങളാണ്. പിന്നെ ഇതിന്റെ കൂടാതെ ഈ പ്രോഡക്റ്റിലെല്ലാം മെയിൻ ആയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യമാണ്. കാൽസ്യം നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് കാൽസ്യം. ഈ കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. അതെല്ലാം വളരെ ഉയർന്ന നല്ല രീതിയിൽ തന്നെ ഇത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും തന്നെ ഈ കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്
നമ്മുടെ ഈ പ്രോഡക്റ്റുകളുടെ എല്ലാ ഒരു സവിശേഷതയാണ്. നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ നമ്മള് എല്ലാവരും മാസികാരും നമ്മളെല്ലാത്തിനും നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ മാക്സിമം നല്ല രീതിയിലെ ഭക്ഷണങ്ങൾ, പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വീഗൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്. വീഗനും വെജിറ്റേറിയനും എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വീഗൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആനിമൽസിന്റെ ഫുഡുകളൊന്നും ഉണ്ടാവില്ല. ആനിമലിന്റെ ഒരു കണ്ടന്റും ആ ഒരു പ്രോഡക്റ്റിനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് സാധാരണ വെജിറ്റേറിയൻ, ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ തൈര് കൂട്ടുന്നുണ്ടാവും, പാല് കുടിക്കുന്നുണ്ടാവും. അതൊക്കെ ആനിമൽ ഫുഡാണ് അല്ലെ? അപ്പൊ പക്ഷേങ്കിൽ നമ്മുടെ ഈ വീഗൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതെല്ലാം നമ്മുടെ ഈ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റിന്റെ ഒരു സവിശേഷത തന്നെയാണ്. അപ്പോ ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും പോഷകങ്ങളെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും എല്ലാം ടി വി തുറന്നാലും എല്ലാം അത് തന്നെയാണ് നമ്മൾക്ക് എപ്പോഴും കേൾക്കാനുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ RCV കുടുംബത്തിലുള്ളവർക്ക് എല്ലാം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമ്മൾ പുതിയ പുതിയ വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുകയും കൂടി വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൈകോർത്ത് നിന്ന് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി 2 വിശേഷമാണുള്ളത്. ഒന്ന് നമുക്കത് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന രീതിയിൽ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ 10-ാം തീയതി. എല്ലാ മാസവും 10-ാം തീയതി. അന്ന് തന്നെയാണ് നമ്മൾ ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ആ ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ഗുഡ് ഡോട്ടിന്റെ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മൾ പല വിധത്തിലുള്ള, നമ്മൾ 1-2 കറികളായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഈ ഒരു ഗുഡ് ഡോട്ട് ഡേ വന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിനു കൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ ഈ ഒരു ഡേ ആചരിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പം എന്തായാലും ഞാനും അതിലൊരു പങ്കാളിയാണ്. എല്ലാ മാസവും 10-ാം തീയതി എന്റെ വീട്ടിലും ഗുഡ് ഡോട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചാല് ഈ ഒരു നന്മ നിറഞ്ഞ ഒരു പ്രോഡക്റ്റുകൾ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരെ കൊണ്ട് സാധിക്കും. അതിന് ഏറ്റവും അവകാശവും അർഹതയും ഉള്ളത് നമ്മൾ ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമയം കൂടുതൽ കൂടി പോകുന്നു, കാരണം സമയം നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആസിമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഇന്ന് നിർത്തത്തില്ല, കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത്രയ്ക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഞാൻ നിൽക്കുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ എനിക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് കൂടി അസോസിയേറ്റ് ചെയ്യുന്നവരെയും ഞാൻ അതേപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും കൊണ്ട് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ എത്രത്തോളം ഉയരത്തിൽ പോകാൻ പറ്റുമോ അത്രത്തോളം ഉയരത്തിലേക്ക് ഞാൻ എത്തും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാനിപ്പോ ഇവിടെ കാണിക്കുവാണ്. ഇതെനിക്ക് ഫെയിലായപ്പോൾ കിട്ടിയ എൻ്റെ ഒരു അംഗീകാരമാണ്. ഇത് എൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ ആ ഒരു വേദി മുഴുവൻ കണ്ണീരായിരുന്ന ഒരു സമയമായിരുന്നു. കാരണം ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും പേൾ എന്നൊരു പൊസിഷനിൽ കിട്ടിയ അംഗീകാരമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും വലിയ വലിയ ട്രോഫികൾ അവരുടെ വീടുകളിൽ നിറയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ എല്ലാ ഗ്രേഡ് ലീഡേഴ്സിനെയും ഞാൻ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തി ഞങ്ങൾ ഡോക്ടർ ആലിൻ സാറ്, നമ്മുടെ മൂർത്തി സാറ്, ഞങ്ങളുടെ സജീവ മാഡം, ബാലകൃഷ്ണ സാറ്, എല്ലാ ലീഡേഴ്സും ഒന്നിനൊന്നും മെച്ചാണ്. കാരണം ഏതൊരു ലീഡറിനെ കണ്ടാലും നമ്മൾക്ക് അവരെ കാണുമ്പോൾ നമ്മൾക്കൊരു ഒരു ആത്മവിശ്വാസം, ധൈര്യം, നമ്മൾക്കും ഈ ഇതിൽ എന്തൊക്കെയോ ആകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ കിട്ടുന്നത് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ കാണുമ്പോഴാണ്. അപ്പോ ഈ ഒരു അവസരത്തില് ഈ പരിസ്ഥിതി ദിനത്തില് എനിക്ക് ഈ ഒരു അവസരം തന്ന പരിസ്ഥിതി ദിനമാണെന്നുള്ളത് ഞാൻ ആലോചിക്കും. പക്ഷെ ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യത്തെ എന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ സിസ്ലി മാഡം പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിൽ പെട്ടെന്ന് ആ ഒരു ചിന്ത അങ്ങനെ ഓടിക്കേറി വന്നത്. എന്തായാലും ഈ ഒരു വേദിയിരിക്കുന്ന എല്ലാവരുടെയും ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു പ്രസ്ഥാനം
കൊണ്ട് കഴിയും. എല്ലാവരും ഉറച്ചു നിൽക്കുക, നല്ലതായി വർക്ക് ചെയ്യുക. നമ്മുടെ ടീമിനെ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു. ജയ ആർസിഎം, ഗുഡ് ആർസിഎം. ഞാൻ അഖിലാമൂർത്തി. വിനീത മാഡം എക്സലന്റ് എന്ന് പറഞ്ഞാ പോരെ, എന്തായിരുന്നു അതായത് ആ എക്സ്പീരിയൻസ് ഷെയറിംഗിൽ തുടങ്ങി. അതായത് കറക്റ്റ് ഒരു 7 മണി വരെ മാഡത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ്. കാരണം ശരിക്കും പറഞ്ഞാൽ മാഡത്തിനൊന്നും ഈ ഒരു ഇത്രയൊന്നും സമയം തന്നാ പോരാ, നമ്മൾ കുറേയേറെ സമയം കൊടുക്കണം. കാരണം എത്ര നമ്മളത് കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ആ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ അല്ലെ, അതാണ്. അത് എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കാൻ പറ്റുക എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അത് പ്രോഗ്രാം കേട്ട് എല്ലാവരും ആ മോട്ടിവേഷൻ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ശരിക്കും വിനീത മാഡത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം ആ ഒരു കാര്യത്തില്. അത് കഴിഞ്ഞ 7 മണി മുതൽ ഒരു 20 മിനിറ്റ്സ് ആണ് മാഡം ആ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് ശരിക്കും പരിചയപ്പെടുത്തി തന്നത്. ആ 20 മിനിറ്റ്സിൽ ഇത്ര വണ്ടർഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഗുഡ് ഡോട്ടിന്റെ കാര്യങ്ങളെല്ലാം എല്ലാ പ്രൊഡക്റ്റും ടച്ച് ചെയ്തു എന്നുള്ളതാണ്. അത് അസാധ്യമാണ് വിനീത മാഡം. ഇത്ര കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗുഡ് ഡോട്ട് പ്രൊഡക്ട്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ മീനും ഇറച്ചി അതൊക്കെ നമ്മൾ ഒരുപാട് പേര് നമ്മളിപ്പോ ഉപേക്ഷിച്ചു. കാരണം നമുക്കറിയാം അതൊക്കെ നമുക്ക് കെമിക്കൽസ് അടങ്ങിയ പണ്ടത്തെ പോലെ ഫ്രഷ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ശരിക്കും നമ്മളൊരു 100% വെജിറ്റേറിയൻ ആവാനുള്ള ഒരു കൺവേർഷനിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് മുക്തി സാറിനെയൊക്കെ സംബന്ധിച്ചാണ് ഞങ്ങൾ 100% വെജിറ്റേറിയൻസ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ് ഈ ഗുഡ് ഡോട്ട് പ്രോഡക്ട്സ് വന്നത്. അതുപോലെ തന്നെ ഈ നോൺ വെജ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നവരൊക്കെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് നമുക്ക് ഈ വന്ന പ്രോട്ടീൻസ് ആവട്ടെ, വെജ് ബൈറ്റ്സ് ആവട്ടെ. ഇന്ന് എല്ലാവരും അത് എന്ത് ടേസ്റ്റ് ആയിട്ട് ഇപ്പൊ എന്താ പറയാ, ചിക്കനൊക്കെ മാറി നിൽക്കും അല്ലെ, അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റേണ്ടത്. എവിടെ പോയി തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന രുചിയാവില്ല തൃശ്ശൂർ കിട്ടുന്ന രുചിയാവില്ല. പലയിടത്തും പല വെറൈറ്റി ടേസ്റ്റിൽ എല്ലാവരും ഉണ്ടാക്കി പലവിധ പരീക്ഷണങ്ങൾ നടത്തുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇന്ന് മാഡത്തിന്റെ ആ ഒരു പ്രസന്റേഷൻ, അതിലെ കണ്ടന്റ് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ഷോർട്ട് ആയിട്ട് മാഡം ആ ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ തന്നെ അതെല്ലാം കവർ ചെയ്യാൻ പറ്റി എല്ലാ പ്രൊഡക്റ്റും. അപ്പൊ എന്തായാലും ഇന്ന് ഗുഡ് ഡോട്ടിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. എന്താ കണ്ടന്റ് എന്നൊക്കെ ഉള്ളത് മാഡം അത് കുറച്ചൊക്കെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ മാഡത്തിനെ കൊണ്ട് പറ്റാവുന്ന അത്രയും അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു ഇന്നത്തെ സെഷൻ. ഇനി നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാനൊരു 1-2 കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാണ്. നാളെ ഞായറാഴ്ച നമുക്ക് എന്താ പറയാ, നമ്മുടെ ഈ ഫാമിലിയിൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ്. അതുപോലെ തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. നാളെ 11 മണിക്ക് നമുക്ക് ന്യൂട്രി ചാർജിന്റെ പ്രത്യേക സെഷൻ, അതും മേരി ബേട്ടി മേരി അഭിമാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ മനീഷ മാഡം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മനീഷ മാഡം നമ്മളോട് അതിന്റെ ആ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാനായിട്ട് നാളെ 11 മണിക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ലേഡീസും അവരുടെ ടീമും നമുക്കത് ഉറപ്പുവരുത്തുക, നമ്മുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും അതിൽ പങ്കെടുക്കുന്നു. ഇതിന്റെ ഒരു ട്രയൽ ഭാഗമായിട്ടാണ് നമ്മുടെ രമ്യ മാഡത്തിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രമ്യ മാഡത്തിന്റെ. അപ്പം ഇനി അതിന് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ പ്രോഗ്രാം, നാളത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളെ 11 മണിക്ക് മാക്സിമം ഉറപ്പുവരുത്തുക നമ്മുടെ എല്ലാ ലേഡീസും അവരുടെ ഫാമിലി എല്ലാവരും പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാളെ 11 മണിക്ക് 1000 കവിയട്ടെ. നമുക്ക് യൂട്യൂബ് അതുപോലെ ലൈവ് സ്ട്രീമിങ്ങും എല്ലാം ഇട്ടിട്ട് നമുക്ക് നാളെ അടിപൊളിയാക്കാം. അപ്പൊ അതുപോലെ നാളെ വൈകുന്നേരം നമുക്ക് അടിപൊളി വേറൊരു സെഷനാണ്. നമുക്ക് തുളസി പെയിന്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ. തുളസി പെയിന്റ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് തുളസി പെയിന്റിന്റെ ഒരു സെഷൻ വരുന്നത്. അതും തുളസി പെയിന്റ് ഔട്ട്ലെറ്റ് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു മഹിളാരത്നം, കോഴിക്കോട് നിന്നുള്ള ആ ഒരു മഹിളാരത്നം നമ്മുടെ സുജാ രാജീവ് മാഡത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നാളെ നമുക്ക് കിട്ടുന്നത്. അത് എല്ലാവരും നിങ്ങളുടെ ടീമിൽ ഉറപ്പുവരുത്തുക, എല്ലാവരും കാണുന്നുണ്ടെന്ന്. തുളസി പെയിന്റിന്റെ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാഡം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ അതുപോലെ തന്നെ തുളസി പെയിന്റിന്റെ മഹാത്മ്യം, മറ്റുള്ളതിൽ നിന്നും എന്താണ് അതിനുള്ള ഒരു വ്യത്യാസം, ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നാളെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സുജാ മാഡത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് അഭിപ്രായം പറയാൻ സമയം കുറവുണ്ട്. ഒരാളെ നോക്കാം. ഒരാളെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ഒരാൾ പറയട്ടെ.